ആണുങ്ങൾ ഇനി ബസ്സിൽ കയറരുത്, കയറിയാൽ തന്നെ കയ്യും തലയും പുറത്തിടരുത്, മെൻസ് കമ്മീഷൻ വരണം, എന്ത് ജാതി പ്രഹസനങ്ങളാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഈ ഒരു ദൗർഭാഗ്യകരമായ സംഭവം നടന്നപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് യഥാർത്ഥത്തിൽ ഇതുവരെ സെക്ഷൽ അസാൾട്ട് നേരിട്ടിട്ടുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ സംശയത്തിന്റെ നിഴലിലും ഇതൊക്കെ വെറും ആരോപണങ്ങളും കെട്ടുകഥകളും മാത്രമായിരിക്കും എന്ന് ലഘൂകരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരിക്കലുമില്ല. ഈ ഷിംജിതയെ ആളുകൾ ഇങ്ങനെ ശക്തമായിട്ട് എതിർക്കുന്നത് ഈ ബസ്സിലേക്ക് ഞരമ്പ് രോഗികളായിട്ടുള്ള പുരുഷന്മാർക്ക് ഇതൊരു അവസരമായിട്ട് എടുക്കും എന്ന് കുറച്ച് ആക്ടിവിസ്റ്റുകൾ, ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ സംസാരിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ബസ്സിലോ ട്രെയിനിലോ ഏതെങ്കിലുമൊക്കെ പബ്ലിക് പ്ലേസിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ഒരു സെക്ഷൽ ഹറാസ്മെന്റോ മറ്റേതെങ്കിലും രീതിയിലുള്ള അക്രമങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കണമെന്നേ, അത് ആണായാലും പെണ്ണായാലും എടുക്കണം. അതൊരു പക്ഷേ നിങ്ങൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കണം. വീഡിയോ എടുത്തതിന് ശേഷം ആ ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞാൽ ഏത് ഡ്രൈവറും അങ്ങനെ ചെയ്യുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട ദുരനുഭവത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു പരാതി കൊടുക്കുക. ആ പരാതിയിൽ പറയുന്ന ആള് അതിനെ എതിർക്കുകയാണെങ്കിൽ അവിടെ കാണിക്കുക ഈ വീഡിയോസ്. അതൊരു എവിഡൻസിന് വേണ്ടി മാത്രം ചെയ്യാം. അല്ലാതെ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ നിങ്ങൾക്ക് നീതി കിട്ടുമോ? ചിന്തിക്ക്, നിങ്ങൾക്ക് നീതി കിട്ടുമോ? ഇല്ല. പിന്നെ റീസെന്റ് ആയിട്ട് നടന്നിട്ടില്ല ഈ ഷിംജിത വിഷയത്തിൽ ഷിംജിത 7ഓളം വീഡിയോസ് എടുത്തത്. നിങ്ങൾ ചിന്തിക്കണം, അവള് രാവിലെ തന്നെ അതിന് ഒരുങ്ങി വന്നതാണ്. അവള് ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്തിട്ട് 7ഓളം വീഡിയോ എടുത്തിട്ട് അതിൽ ചില ഭാഗങ്ങൾ വളരെ സ്ലോ ആക്കിയിട്ട് ഇതെന്താ സിനിമ ഷൂട്ടിങ്ങോ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തോന്നേ, അപ്പൊ ആ പ്രശ്നമില്ലല്ലോ. അല്ലാതെ എന്തിനാണ് ഷിംജിതയെ എങ്ങനെ എതിർക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല. സ്വന്തം വീട്ടിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴേ പഠിക്കുള്ളൂ. വല്ലാത്ത ജാതിയിലെ